SK ഇൻപോർട്ടി ലഹരി വിരുദ്ധ ക്യാമ്പിന്റെ രണ്ടാം ഘട്ടം ജ്യോതിർഗമയ അത് ആഗോള തലത്തിലേക്ക് നമ്മൾ പടർത്തുകയാണ്. 10 ലക്ഷം പേരടങ്ങുന്ന ഒരു ആഗോള കമ്മ്യൂണിറ്റി കൂടി നമ്മൾ രൂപപ്പെടുത്തുകയാണ്. കാരണം അത്രയും വലിയ ഒരു ആഴത്തിൽ വേരോടിയ ഒരു പ്രശ്നമാണ് ഈ മയക്കുമരുന്നെന്ന മഹാവിപത്ത്. അതുകൊണ്ട് അതിനെതിരെ അടരാടാൻ നമുക്ക് സഫീഷ്യൻ്റ് ആൾക്കാർ വേണം. ഈ അവസരത്തിൽ കോഴിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നീലേശ്വരത്ത് ഒരു പരിപാടി നടത്തി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യം കൊണ്ട് ഈ മയക്കുമരുന്ന് വിരുദ്ധ അവബോധ പരിപാടി കൂടുതൽ ശ്രദ്ധേയമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുജനങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുമായി കൈകോർത്ത് 24 നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജ്യോതിർഗമയ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വലവിരിക്കുന്ന ലഹരി മാഫിയയെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകുന്നത്. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം പ്രഭാഷണം നടത്തി. രാജ്യത്തിന് പുറത്തു നിന്നും ലഹരി ഇങ്ങോട്ടേക്ക് കടത്താൻ പറ്റുന്നില്ല. കാരണം അത്രമേൽ സുരക്ഷിതമായി രീതിയിലേക്ക് ഈ സെക്യൂരിറ്റി സംവിധാനം ഇപ്പം രാജ്യത്തിന് പുറത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ടാൻസാനിയയിൽ നിന്നും നൈജീരിയയിൽ നിന്നും ആൾക്കാർ ലഹരിയുടെ നിർമ്മാതാക്കൾ ഇവിടെ വന്നിട്ട് ഇവിടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ തെളിവുകളാണ് നിങ്ങളുടെ തൊട്ടടുത്ത് കുന്നമംഗലത്ത് നിന്നും ഒരു കേസ് പിടിച്ചതിൻ്റെ പിന്നാലെ പോലീസ് പോയപ്പോൾ എത്തിയത് ടാൻസാനിയയിലാണ്. കോഴിക്കോട് നഗരത്തിലെ ലഹരി വേട്ടയിൽ നിന്നും എത്തിയത് നൈജീരിയയിലാണ്. അപ്പം ഇത്രമേൽ അപകടകരമായ സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. പ്രിൻസിപ്പൽ NK അസീല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ടോപ്പ് സിംഗർ ഫെയിം അമൃതവർഷിണി ചടങ്ങിൽ അതിഥിയായി എത്തി. തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.